إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وسلم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടെന്നതുപോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, മഹാനായ സഹാബി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്, ഇന്നമാ തുൻകദു ഉറൽ ഇസ്ലാം ഉർവതൻ ഉർവ. ഇസ്ലാമിന്റെ ഓരോ കണ്ണികളും അത് അഴിഞ്ഞഴിഞ്ഞു പോകും. ഇദാ നശഅ ഫിൽ ഇസ്ലാമി മൻ ലാ യഅരിഫുൽ ജാഹിലിയ. എന്താണ് ജാഹിലിയത്ത് എന്നറിയാത്ത ഒരു കൂട്ടം ആളുകൾ ഇസ്ലാമിൽ വളർന്നു കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ ഓരോ കണ്ണികളായി ഓരോരോ നിയമങ്ങളും അതില്ലാതെയായി പോകുമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്. എന്താണ് പ്രിയപ്പെട്ടവരെ ജാഹിലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാകുന്നതിന് മുമ്പ്, അവിടുന്ന് റിസാലത്ത് ലഭിക്കുന്നതിന് മുൻപുള്ള കാലഘട്ടം, ആ കാലഘട്ടത്തിൽ എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്, എന്തായിരുന്നു ആ കാലഘട്ടം എന്നതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം പ്രിയപ്പെട്ടവരെ, ആ കാലഘട്ടം മനസ്സിലാകുമ്പോഴാണ് ഇസ്ലാം എന്ന അനുഗ്രഹം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഇതാ ഇന്നേ ദിവസം ഇസ്ലാം എന്ന മതം ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അനുഗ്രഹമാകുന്ന ഇസ്ലാം ഞാൻ ഇന്നേ ദിവസം പൂർത്തിയാക്കി തന്നിരിക്കുന്നു. അഥവാ അറഫ ദിനത്തിൽ ഇറങ്ങിയ ആയത്തായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സഹോദരങ്ങളെ അനുഗ്രഹമാണ് ഇസ്ലാം. അത് മനസ്സിലാകണമെങ്കിൽ എന്താണ് ജാഹിലിയ കാലഘട്ടം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ആ കാലഘട്ടം മനസ്സിലാകുമ്പോഴാണ് എത്ര നീചന്മാരായ ഒരു സമുദായത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ മാറ്റിയെടുത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ചരിത്രത്തിലെ ഏറ്റവും ഇരുട്ട് നിറഞ്ഞ അനീതിയും അക്രമവും നിറഞ്ഞു നിൽക്കുന്ന ലോക ചരിത്രത്തിൽ ഏറ്റവും മോശമായ സമൂഹം എന്ന് വേണമെങ്കിൽ നമുക്ക് ആ കാലഘട്ടത്തെ അല്ലെങ്കിൽ ആ ആളുകളെ വിശേഷിപ്പിക്കാം. മക്കയിൽ ജനവാസം ആരംഭിക്കുന്നത് പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ പത്നിയായ ഹാജറിനെയും ഇസ്മായിലിനെയും മക്കയിലാക്കി പോകുന്ന ആ ഒരു സംഭവത്തിന് ശേഷമാണ് മക്കയിൽ ജനവാസം ആരംഭിക്കുന്നത്. അന്ന് മുതലാണ് മക്കയിൽ ജനവാസം ആരംഭിക്കുന്നത്. നമുക്കറിയാം, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തൗഹീദിന് വേണ്ടി അങ്ങേയറ്റം നിലകൊണ്ട ഒരു നബിയാണ്. ഹുനഫാ അഥവാ ശിർക്കിന്റെ ഒരു ലാഞ്ചന പോലും അവിടുത്തെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഹനീഫായിരുന്നു, അഥവാ തൗഹീദിൽ അടിയുറച്ചു നിന്ന പ്രവാചകനായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ആ കാലഘട്ടത്തിൽ തൗഹീദ് ഉള്ളവർ മാത്രമായിരുന്നു മക്കയിൽ ഉണ്ടായിരുന്നത്. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നതിന് ഏകദേശം 500 വർഷങ്ങൾക്ക് മുൻപ് അറബികളുടെ കൂട്ടത്തിലെ ഹുദാ ഗോത്രം എന്ന് പറയുന്ന ഒരു ഗോത്രം,
ഇവരുടെ നേതാവായ അംർ ഇബ്നു ലുഹൈ എന്ന് പറയുന്ന ഒരാൾ, അയാൾ ഒരു ദിവസം ഷാമിലേക്ക് യാത്ര പോയി. അപ്പോൾ അവിടെയുള്ള ആളുകൾ വിഗ്രഹത്തിനെ ആരാധിക്കുന്നതായി ഇയാൾ കണ്ടു. അയാൾ ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അങ്ങനെ ഷാമിലുള്ള ആളുകൾ പറഞ്ഞു, നസ്തൻസിറുഹും ഫയൻസുറൂന, നമ്മൾ ഇതാ ഈ വിഗ്രഹങ്ങളോട് സഹായാഭ്യർത്ഥന നടത്തും, അങ്ങനെ അവർ നമ്മളെ സഹായിക്കും. വനസ്തംതിറുഹും വയുംതിറുന, നമ്മൾ അവരോട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അവർ നമുക്ക് മഴ നൽകും എന്ന് ഈ ഷാമിലുള്ള ആളുകൾ വിഗ്രഹങ്ങളെ കാട്ടിക്കൊണ്ട് അംർ ഇബ്നു ലുഹൈനോട് പറയുകയാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞു, അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിലെ ഒരു വിഗ്രഹത്തെ നമുക്കും നൽകണമെന്ന് അംർ ഇബ്നു ലുഹൈ എന്ന് പറയുന്നവൻ പറഞ്ഞു. അങ്ങനെ ഷാമിൽ ഉണ്ടായിരുന്ന ആളുകൾ അവർ ഹുബൽ എന്ന് പറയുന്ന ഒരു വിഗ്രഹത്തെ ഇയാൾക്ക് കൊടുത്തു. ഇയാൾ മക്കയിലേക്ക് തിരിച്ചു വന്നു. ആ കാലഘട്ടം പറഞ്ഞതുപോലെ തൗഹീദിന്റെ കാലഘട്ടമാണ്. എന്നാൽ ഇവരുടെ ഗോത്രം അറിയപ്പെട്ടതാണ്. ഇയാൾ അതിന്റെ നേതാവ് ആയതിനാൽ തന്നെ സമൂഹത്തിൽ ഇയാൾക്ക് കുറച്ച് സ്ഥാനമുണ്ടായിരുന്നു. ആദ്യം ഇയാൾ ഇവർക്ക് പല കഥകളും പറഞ്ഞു കൊടുത്തു, വിഗ്രഹങ്ങളുടെ അത്ഭുതപ്പെടുത്തുന്ന കഥകൾ. പക്ഷെ ആളുകൾ പ്രത്യേകിച്ച് അതിനെ പരിഗണിച്ചില്ല. പതുക്കെ അവരുടെ തൽബിയത്തിൽ ഇയാൾ ഒരു പദം കൂട്ടിച്ചേർക്കുകയാണ്. നമുക്കറിയാം, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കൽ നിന്ന് ഇവർ ഹജ്ജ് പഠിച്ചിരുന്നു. മക്കക്കാർ ഹജ്ജ് പഠിച്ചിരുന്നു. എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ തൽബിയത്ത്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക എന്ന തൗഹീദിന്റെ വചനങ്ങൾ അവർക്കറിയാമായിരുന്നു. എന്നാൽ സഹോദരങ്ങളെ, ഈ തൽബിയത്തിൽ ഇയാൾ ചെറിയ ഒരു വാചകം കൂടി കൂട്ടിച്ചേർക്കുകയാണ്. എന്താണ് ആ വാക്ക്? ഇല്ലാ ശരീകൻ ഹുവ ലക്, ഒരു പങ്കുകാരൻ ഒഴികെ തംലികുഹു വമാ മലക്, അവർ ചില കാര്യങ്ങൾ ഉടമപ്പെടുത്തുന്നുണ്ട്, അത് അള്ളാഹു നൽകിയതാണ് എന്ന രൂപത്തിൽ, ചെറിയ രൂപത്തിൽ ഇതാ അവർ ശിർക്കിന്റെ വാചകങ്ങൾ അവരുടെ തൽബിയത്തിൽ കൂട്ടിച്ചേർക്കുകയാണ്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, അറബികൾക്കിടയിൽ ചെറിയ രൂപത്തിൽ പിന്നീട് വിഗ്രഹാരാധന ഉടലെടുക്കാൻ തുടങ്ങി. ആദ്യം അയാൾ പറഞ്ഞു, ഇതാ നിങ്ങൾ യാത്ര പോകുമ്പോൾ, കഅബ എന്നുള്ളത് നമുക്കറിയാം അള്ളാഹുവിന്റെ ഭവനമാണ്, അതിന് വലിയ പദവിയുണ്ട്. അതിനാൽ നിങ്ങൾ യാത്ര പോകുമ്പോൾ അതിന്റെ അടുത്തുള്ള കല്ല് അതെടുത്ത് യാത്ര പോകണം. നോക്കണം സഹോദരങ്ങളെ, അവർ പറഞ്ഞ കാര്യം എന്താണ്? കഅബക്ക് വലിയ പദവിയുണ്ട്, അത് വളരെ ബഹുമാനിക്കപ്പെടേണ്ട അള്ളാഹുവിന്റെ ഭവനമാണ്. നിങ്ങൾ യാത്ര പോകുമ്പോൾ അതിലെ ഒരു കല്ല് കൊണ്ടുപോകണം. എന്തിനാണത്? കഅബയെ ആദരിക്കാൻ വേണ്ടി. അങ്ങനെ സഹോദരങ്ങളെ, ഇവർ യാത്ര പോകുമ്പോൾ ഇങ്ങനെ കല്ലെടുത്ത് കൊണ്ടുപോകും. ആദ്യ കാലഘട്ടത്തിൽ അവർ അതിനെ ആരാധിച്ചിരുന്നില്ല, അതിനെ ബഹുമാനിക്കും. പിന്നീട് അത് ആ ചെറിയ രൂപത്തിൽ അതിനെ തന്നെ ആരാധിക്കാൻ തുടങ്ങി. ഇങ്ങനെയാണ് ശൈത്താന്റെ ഖുതുവാത്തുകൾ. അവൻ പടിപടിയായാണ് ഓരോ ആളുകളെയും തിന്മയിലേക്ക് എത്തിക്കുക. പൊടുന്നനെ തന്നെ ഒരു തിന്മയിലേക്ക് എത്തിക്കുകയില്ല. ഓരോ കാലടിയായി ഓരോ തിന്മകളിലേക്കും എത്തിക്കും. അങ്ങനെ സഹോദരങ്ങളെ, ഇങ്ങനെ അറബികൾക്കിടയിൽ വിഗ്രഹാരാധന അത് പൊതുവായി മാറുകയാണ്. പിന്നീട് അത് അവർക്കിടയിൽ ധാരാളം വിഗ്രഹങ്ങൾ വരാൻ തുടങ്ങി. ലാത്തയും ഉസ്സയും ഒക്കെ ആരാധിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തി. എത്രത്തോളം പഴക്കമുള്ള പണ്ടുകാലത്തുള്ള പല ആരാധനാ വസ്തുക്കളും അവർ വീണ്ടും ആരാധിക്കാൻ തുടങ്ങി. വളരെ മോശമായ സ്ത്രീകളുടെ ബിംബം വരെ അവർ ആരാധിക്കാൻ തുടങ്ങി. സഹോദരങ്ങളെ, നമ്മളും ശ്രദ്ധിക്കണം. ഇങ്ങനെയാണ് ശിർക്ക് ഓരോ സമുദായത്തിലേക്കും സമൂഹത്തിലേക്കും വന്നു ചേരുക. നമ്മുടെ അടുക്കൽ ഇസ്ലാമിനെ പറ്റിയുള്ള പഠനമില്ല എങ്കിൽ, ജാഹിലിയത്ത് എന്താണ് എന്ന് അറിഞ്ഞില്ല എങ്കിൽ നമ്മളും ഇതുപോലെ പെടും. അങ്ങനെയുള്ള ആളുകളാണ് സമൂഹത്തിൽ കൂടുതലായി ഉള്ളത്. അവർ പറയുകയാണ്, നമ്മൾ ഇന്ന് വലിയ വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ല, മറിച്ച് അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അതാണ് പ്രിയപ്പെട്ടവരെ ശിർക്ക്. അത് തന്നെയാണ് ശിർക്ക്. നോക്കൂ പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് അറബികൾക്കിടയിലേക്ക് ശിർക്ക് കടന്നു വന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ, ഇതാ ഇന്ന് നമ്മളാണ് ഏറ്റവും കൂടുതൽ ആളുകൾ എന്ന് പറയുന്ന അവർ എങ്ങനെയാണോ ആളുകളെ ശിർക്കിലേക്ക് എത്തിച്ചത്, അതുപോലെ തന്നെ മക്കയിലെ മുശ്രിക്കീങ്ങളും ഈ രൂപത്തിലാണ് പ്രിയപ്പെട്ടവരെ ശിർക്കിലേക്ക് എത്തിയത്. ഇതാണ് അവരുടെ ജാഹിലിയ കാലഘട്ടത്തിലെ ശിർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ അറബികളുടെ മറ്റൊരു വിശേഷണമായിരുന്നു ജാഹിലിയ കാലഘട്ടത്തിൽ മദ്യത്തോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം.
മദ്യത്തോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം. മദ്യം അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു. ഏത് സമയത്തും മദ്യശാലകൾ അവിടെ തുറന്നിട്ട അവസ്ഥയാണ്. അങ്ങനെയുള്ള കടകൾ അതടക്കാറില്ല. അത് ഏത് സമയത്ത് പോയാലും ഏത് നേരത്ത് പോയാലും അവർക്ക് ലഭിക്കും. നമുക്കറിയാം സഹോദരങ്ങളെ, അറബികളുടെ പൊതുശൈലിയാണ് അവർക്കൊരു കാര്യത്തിനോട് ഇഷ്ടമുണ്ട് എങ്കിൽ അതിന് ധാരാളം പേരുകൾ നൽകുക എന്നുള്ളത്. നമുക്കറിയാം ഈത്തപ്പഴം, അതിന് ഓരോ രൂപത്തിനും ഓരോ പേരാണ്. ഇതുപോലെ ഇവർ മദ്യത്തിന് ധാരാളം പേരുകൾ നൽകിയിരുന്നു. എങ്ങനെയെന്ന് വെച്ചാൽ എങ്ങനെയായിരിക്കും ഓരോ മദ്യത്തിന്റെയും ലഹരി, അതിനനുസരിച്ച് ചെറിയ വ്യത്യാസമുണ്ടെങ്കിൽ അതിന് ഇന്ന പേര്, അങ്ങനെ ഓരോ പേരുകൾ അവർ മദ്യത്തിന് നൽകിയിരുന്നു. നമുക്കറിയാം തിജാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കച്ചവടത്തിന് ഉപയോഗിക്കുന്ന പേരാണ്. എന്നാൽ അറബികൾ അന്ന് കാലഘട്ടത്തിൽ പര്യായപദമായി കണ്ടിരുന്ന കാര്യമാണ്, അഥവാ കള്ള് കച്ചവടത്തിന് തിജാറ എന്നാണ് അവർ ഉപയോഗിച്ചിരുന്നത്. അത്രയും വ്യാപകമായി കള്ള് കച്ചവടവും കള്ളും കുടിച്ചിരുന്ന ആളുകളായിരുന്നു. അതിന് മാത്രം സ്വാധീനം അവർക്ക് ഇടയിൽ ഉണ്ടായിരുന്നു മദ്യത്തിന്റെ വിഷയത്തിൽ. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ ജാഹിലിയ കാലഘട്ടത്തിൽ അവർ അമിതമായി ബന്ധപ്പെട്ടിരുന്ന കാര്യമായിരുന്നു പലിശ എന്നുള്ളത്. അത് ജൂതന്മാരിൽ നിന്ന് അവർക്ക് ലഭിച്ചതായിരുന്നു. അവരിൽ 100% പലിശയായിരുന്നു. അവരുടെ സമ്പത്ത് അവരുടെ കയ്യിലുണ്ട് എങ്കിൽ അതിൽ മുഴുവനായും പലിശയായിരുന്നു ആ കാലഘട്ടത്തിൽ. എങ്ങനെയെന്ന് വെച്ചാൽ ഒരു വർഷം അവർക്ക് 100 ദീനാറാണ് കടമായിട്ടുണ്ട് എങ്കിൽ അത് പിറ്റേത്തെ കൊല്ലം 200 ദീനാറാകും. അങ്ങനെ പലിശ ഇങ്ങനെ കൂടിക്കൂടി ആ രൂപത്തിൽ അവർ അതുമായി ബന്ധപ്പെട്ടിരുന്നു. അവർക്ക് കച്ചവടം പോലെയായിരുന്നു പലിശ എന്നുള്ളത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, അവർക്കിടയിൽ വ്യാപകമായി ഉണ്ടായിരുന്ന മറ്റൊരു കാര്യമാണ് വ്യഭിചാരം എന്നുള്ളത്. വ്യഭിചാരം എന്നുള്ളത് അതൊരു മോശമായ കാര്യമായി അവർക്കിടയിൽ പറയപ്പെട്ടിട്ടേ ഇല്ലായിരുന്നു. അത് സാധാരണയാണ്. അതിനെക്കുറിച്ചാണ് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് കാലഘട്ടത്തിൽ നമ്മൾ പറയുന്നത് പോലെ ഇതാ ചില ആളുകൾ പറയുകയാണ്, ഇതാരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഇതെന്റെ ബോയ് ഫ്രണ്ടാണ്. അതല്ല എങ്കിൽ പുരുഷന്മാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഇതെന്റെ ഗേൾ ഫ്രണ്ടാണ് എന്ന രൂപത്തിലെ സംസാരം. സഹോദരങ്ങളെ, യുവാക്കളെ, പ്രിയപ്പെട്ടവരെ, ഇത് ജാഹിലിയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല സ്ത്രീകളെ കുറിച്ച് ഖുർആനിലൂടെ പറഞ്ഞ കാര്യം എന്താണ്? വലാ മുത്തഖിദാതി അഖ്ദാൻ. നല്ല സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രഹസ്യ കാമുകന്മാരെ സ്വീകരിക്കാത്തവരാണ് എന്നുള്ളതാണ്. നോക്കൂ പ്രിയപ്പെട്ടവരെ, ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയാണ്. എന്നാൽ ഇന്ന് കാലഘട്ടത്തിൽ ചില ആളുകൾ നമ്മൾ ന്യൂ ജനറേഷൻ ആണ് എന്ന് പറയുന്ന ആളുകൾ എന്തോ വലിയ പദവിയായി കൊണ്ട് പറയുകയാണ് ഇതെന്റെ ബോയ് ഫ്രണ്ടാണ്, അതല്ല എങ്കിൽ ഗേൾ ഫ്രണ്ടാണ്. ജാഹിലിയത്താണ് പ്രിയപ്പെട്ടവരെ. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞ ആ വാക്ക് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, അത്ഭുതം എന്തെന്നാൽ ഈ കാര്യങ്ങളൊക്കെ ഇന്ന് സമൂഹത്തിൽ സാധാരണയായി കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി കാണാം, 4 രൂപത്തിലുള്ള ലൈംഗിക ബന്ധങ്ങളാണ് അറബികൾക്കിടയിൽ ഉണ്ടായിരുന്നത്. അതിലൊന്ന് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാര്യ ഭർത്തൃ ബന്ധം, അഥവാ ഏറ്റവും നല്ല രൂപത്തിൽ ഭാര്യയും ഭർത്താവുമായി ജീവിക്കുക. ഇതാണ് ഒന്നാമത്തെ ലൈംഗിക ബന്ധം അറബികൾക്കിടയിൽ. രണ്ടാമത്തേത് സഹോദരങ്ങളെ, ഇതൊന്നും നമുക്ക് പറയാൻ പോലും പറ്റാത്തതാണ്. പക്ഷെ ഇത് പറയേണ്ടി വരുന്നത് കാലഘട്ടത്തിന്റെ പോക്ക് കൊണ്ടാണ്, നമ്മുടെ കാലഘട്ടത്തിന്റെ പോക്ക് കൊണ്ടാണ്. എന്താണ് പ്രിയപ്പെട്ടവരെ രണ്ടാമത്തെ രൂപം? ഒരാളെ കല്യാണം കഴിച്ചാൽ അയാൾ ചെയ്യുന്ന കാര്യം, ഇവരുടെ നാട്ടിൽ നല്ല ശക്തനായ ഒരു വ്യക്തി ഉണ്ട് എങ്കിൽ അവരുടെ അടുക്കലേക്ക് ഇവരുടെ ഭാര്യമാരെ പറഞ്ഞയക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്തിനു വേണ്ടിയാണത്? ശക്തനായ ആളുകളുടെ അടുക്കലേക്കാണ് അയക്കുക, ഇവർക്കും ശക്തനായ മകനെ ലഭിക്കാൻ വേണ്ടി. ഇതാണ് രണ്ടാമത്തെ രൂപം. ഇതാണ് പ്രിയപ്പെട്ടവരെ രണ്ടാമത്തെ രൂപം. അങ്ങനെ നല്ല കുട്ടി ലഭിക്കാൻ ഈ രൂപത്തിൽ മറ്റുള്ള ആളുകൾക്ക് കൊടുക്കും. ഇനി സഹോദരങ്ങളെ, രണ്ടാമത്തേത് പറഞ്ഞു. ഇനി മൂന്നാമത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയെ ധാരാളം ആളുകൾ വന്ന് അവരുമായി ബന്ധത്തിൽ ഏർപ്പെടും. എന്നിട്ട് അങ്ങനെ അവർ പ്രസവിച്ചതിന് ശേഷം ഇവരുമായി ബന്ധപ്പെട്ട ആളുകളെ വിളിച്ചുകൂട്ടും. എന്നിട്ട് ഈ സ്ത്രീ പറയും ഇന്നയാളാണ് ഈ കുട്ടിയുടെ പിതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ അത് അംഗീകരിക്കണം, അതിനെ നിഷേധിക്കാൻ പാടില്ല. ഇങ്ങനെ ഇതാ മൂന്നാമത്തെ രൂപം. നാലാമത്തേത് പ്രിയപ്പെട്ടവരെ പച്ച വ്യഭിചാരം തന്നെ, അഥവാ ചില വീടുകൾ ഉണ്ടാകും, അതിന് പുറത്ത് ചില അടയാളങ്ങൾ ഉണ്ടാകും. അവർ ആ അടയാളം വെക്കുന്നത് ഞാൻ വ്യഭിചാരിണിയാണ് എന്നറിയിക്കാൻ വേണ്ടി. ഈ രൂപത്തിൽ പ്രിയപ്പെട്ടവരെ 4 രൂപത്തിൽ വ്യഭിചാരം ജാഹിലിയ കാലഘട്ടത്തിൽ നിറഞ്ഞാടിയിരുന്നു. അതുകൊണ്ട് സഹോദരങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇന്ന് നമ്മുടെ നാട്ടിലെ പുരോഗമനവാദികൾ എന്ന് പറയുന്ന ആളുകൾ അവർ പറയുകയാണ് ഇതൊക്കെ സാധാരണയാണ്.
ഇതൊക്കെ സാധാരണയാണ് എന്ന് പറയുമ്പോൾ മുസ്ലിം നാമധാരികൾ പോലും അതിനെന്താ കാലഘട്ടം മാറിയില്ലേ എന്ന് പറയുകയാണ്. എന്നിട്ട് ഇസ്ലാമിന്റെ നിയമങ്ങൾ അത് യഥാവിധി പറഞ്ഞു കൊടുത്താൽ അവർ പറയും ഇതാണ് 6-ാം നൂറ്റാണ്ട് എന്നുള്ളത്. സഹോദരങ്ങളെ നോക്കൂ, എന്തായിരുന്നു 6-ാം നൂറ്റാണ്ട് എന്നുള്ളതാണ് ഞാൻ വിശദീകരിച്ചത്. ഏതാണ് യഥാർത്ഥത്തിൽ 6-ാം നൂറ്റാണ്ട് എന്നുള്ളത് നമ്മൾ കേട്ട് കഴിഞ്ഞു. എന്നിട്ട് ഇസ്ലാമിന്റെ നിയമങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ പറയുകയാണ് ഇതാണ് പഴഞ്ചൻ എന്നുള്ളത്. സഹോദരങ്ങളെ നോക്കൂ, കാര്യങ്ങൾ നേരെ മാറി മറിയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എത്ര സത്യമാണ്. ഇതാ ജനങ്ങൾക്കൊരു കാലഘട്ടം വരാനുണ്ട്, അന്ന് സത്യം പറയുന്ന ആളുകൾ കള്ളന്മാരായി മുദ്ര കുത്തപ്പെടും, കള്ളന്മാർ എന്ന് സത്യസന്ധന്മാരായി അറിയപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എത്ര സത്യം. ഇസ്ലാമിന്റെ നിയമങ്ങൾ അത് പറയുമ്പോൾ അവർ പറയുകയാണ് ഇത് പഴഞ്ചനാണ്, നിങ്ങളാണ് ഇതാ സമൂഹത്തെ പഴയതിലേക്ക് കൊണ്ടുപോകുന്നത്. എന്നിട്ട് നമ്മൾ കാണുന്നില്ല പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിന്റെ നിയമങ്ങൾ തന്നെ മികച്ചു നിൽക്കുന്നത്. ഇസ്ലാമിൽ പറഞ്ഞു വെച്ച ഓരോ നിയമങ്ങളും പാലിച്ച് ജീവിക്കുന്നവർ അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി അൽഹംദുലില്ലാഹ് ഇസ്സത്തോടുകൂടി തലയുയർത്തി നടക്കുകയാണ്, ഇസ്സത്തോടുകൂടി തലയുയർത്തി നടക്കുകയാണ്. അവർ പറഞ്ഞ പരിഹാസ വാക്കുകൾ അവർ തന്നെ പറഞ്ഞു പോയല്ലോ എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് ഇതാ പോയിക്കൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ ദീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഓരോ മതം, അതല്ല എങ്കിൽ ഓരോ ആളുകൾക്കും ഓരോ പ്രത്യയശാസ്ത്രം. അതുകൊണ്ട് നമുക്കും ഒരു പ്രത്യയശാസ്ത്രം. അങ്ങനെയല്ല, അള്ളാഹുവിന്റെ ദീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹക്കായി നമുക്ക് എത്തിച്ചെന്ന കാര്യമാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ആകാശത്തിൽ നിന്ന് ജിബ്രീൽ മുഖേന ഇറക്കി കൊടുത്തതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നിഷ്ടപ്രകാരം ഒരു ഹർഫ് പോലും അവിടുന്ന് പറഞ്ഞിട്ടില്ല. അള്ളാഹു പറഞ്ഞില്ലേ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. എന്താണ് പ്രിയപ്പെട്ടവരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അള്ളാഹു പറഞ്ഞത്? അവിടുന്ന് ഒരിക്കലും തന്നിഷ്ടപ്രകാരം സംസാരിക്കുന്നവരല്ല, അവിടുന്ന് വഹി അനുസരിച്ച് മാത്രമാണ് സംസാരിക്കുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു വെച്ച് തരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ പഠിക്കുക, അള്ളാഹുവിന്റെ ദീൻ പഠിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു മാ തസ്മഊൻ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇരിൽ മുഅ്മിനീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده أما بعد. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനെയുള്ള സമുദായത്തിന്റെ അടുക്കൽ അഥവാ ജാഹിലിയ കാലഘട്ടത്തിൽ ജീവിച്ച ഇത്രയും നീചന്മാരായ ഇത്രയും മോശമായ കാര്യങ്ങൾ ചെയ്ത ഈ സമുദായത്തിന്റെ അടുക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി പറഞ്ഞു വെച്ച കാര്യം എന്തായിരുന്നു? നിങ്ങൾ ഈ കള്ളുകുടി നിർത്തണമെന്നാണോ? അതല്ല എങ്കിൽ നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നാണോ? നിങ്ങൾ പലിശ ഭക്ഷിക്കരുത് എന്നാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ അടുക്കലേക്ക് പോയി ആദ്യമായി പറഞ്ഞ കാര്യം നോക്കൂ പ്രിയപ്പെട്ടവരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ ചന്തകളിലും ആളുകൾ കൂടുന്ന പ്രദേശങ്ങളിലും പോയി പറഞ്ഞ കാര്യം എന്തായിരുന്നു? അവിടുന്ന് ഉയർന്ന പ്രദേശങ്ങളിൽ കയറിക്കൊണ്ട് പറയാറുണ്ടായിരുന്നു എന്നാണ്, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമുദായത്തിന്റെ അടുക്കലേക്ക് പോയി പറഞ്ഞ കാര്യം എന്താണ്? യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്നുറക്കെ പ്രഖ്യാപിക്കണം, അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുകയാണെങ്കിൽ തുഫ്ലിഹു, നിങ്ങൾക്ക് വിജയിക്കാം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നാമതായി മക്കക്കാരോട് പറഞ്ഞ കാര്യം. ഇതാ ഇന്ന് ചില ആളുകൾ പറയുന്നതായി നമ്മൾ കേട്ടിട്ടില്ലേ? ഇതാ ചില ആളുകൾ പറയുകയാണ്, നിങ്ങൾക്ക് എപ്പോഴും തൗഹീദ് 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 ഇത് പറയാനാണോ നേരമുള്ളൂ? ഇവിടെ ഇന്ന കാര്യങ്ങൾ നടക്കുകയാണ്, ഇന്ന നാട്ടിൽ യുദ്ധം നടക്കുകയാണ്, ഇന്ന സാഹചര്യത്തിൽ ഇന്നതാണ് നടക്കുന്നത്, ആ സമയത്തും നിങ്ങൾ പറയുന്നത് തൗഹീദാണോ എന്ന് ചില വിഡ്ഢികൾ പറയുന്നതായി കാണാം. നോക്കൂ സഹോദരങ്ങളെ, നമ്മുടെ ഇമാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റസൂൽ പറഞ്ഞ കാര്യം എന്താണ്? നിങ്ങൾ എന്റെ മാർഗം മുറുകെ പിടിക്കണമെന്നാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിരുന്നു. നോക്കൂ സഹോദരങ്ങളെ, സ്വഹാബത്തിൽ ചിലർ പറഞ്ഞില്ലേ റസൂൽ നമ്മളോട് ആദ്യം വിരോധിച്ചത് കള്ളായിരുന്നുവെങ്കിൽ, അതല്ല എങ്കിൽ വ്യഭിചാരമായിരുന്നുവെങ്കിൽ
നമ്മളിൽ ഒരാൾക്കും മാറ്റമുണ്ടാകുമായിരുന്നില്ല, നമ്മൾ ഒരാളും മാറില്ലായിരുന്നു എന്നാണ് സഹാബത്ത് പറയുന്നത്. ഇതിൽ മുങ്ങിക്കുളിച്ച ആളുകൾ, അവരുടെ വാക്കിനാണ് പ്രാധാന്യം. അവർ പറഞ്ഞ കാര്യമാണിത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് ഒന്നാമതായി പറഞ്ഞിരുന്ന കാര്യം ഇതായിരുന്നുവെങ്കിൽ നമ്മൾ ഒരാൾക്കും മാറ്റമുണ്ടായിരുന്നില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നാമതായി പഠിപ്പിച്ചു കൊടുക്കുന്നത് തൗഹീദാണ്, ഈമാനിനെ കുറിച്ചാണ്. അത് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നുകൂടിയപ്പോൾ പിന്നീട് നമുക്ക് ധാരാളം സമയം വേണ്ടി വന്നില്ല ഓരോ കാര്യങ്ങളും ഒഴിവാക്കാൻ. അറിയില്ലേ നമുക്ക് ചരിത്രം? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതാ ആയത്തിറക്കുകയാണ്, നിങ്ങൾ മദ്യം ഉപേക്ഷിക്കണം, ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾക്കിതാ വിരമിക്കാൻ സമയമായില്ലേ എന്ന ഒരൊറ്റ ആയത്ത് തൗഹീദ് അവരുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ, ഒരൊറ്റ ആയത്ത് ഇറങ്ങിയപ്പോൾ ഇതാ സഹോദരങ്ങളെ, മദീനയിലൂടെ കള്ളിന്റെ പുഴ അതൊഴുകിയെന്നാണ്. കള്ളിന്റെ ഇതാ പാത്രങ്ങളും കൂജകളും അവർ ഇതാ പൊട്ടിച്ചു കളയുകയാണ്. അതാണ് തൗഹീദിന്റെ പ്രാധാന്യം പ്രിയപ്പെട്ടവരെ എന്നുള്ളതാണ്. രക്ഷിതാക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ മക്കൾ നല്ല രൂപത്തിൽ ജീവിക്കുന്നില്ല എങ്കിൽ അവരെ കൊണ്ടുപോകേണ്ടത് മോട്ടിവേഷൻ സംസാരിക്കുന്ന ആളുകളുടെ അടുക്കലേക്കല്ല. അവർക്ക് ഏതൊരാൾക്കും എളുപ്പത്തിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യമായ തൗഹീദ് പറഞ്ഞു കൊടുക്കുക. അങ്ങനെയെങ്കിൽ അവർക്ക് മാറ്റമുണ്ടാകും ഇൻഷാ അല്ലാഹ് എന്നുള്ളതാണ് സഹോദരങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു സമുദായത്തെ, ഈ രൂപത്തിൽ ഉണ്ടായിരുന്ന സമുദായത്തെ എത്രത്തോളം അവരുടെ വീട്ടിൽ ഏതെങ്കിലും നാൽക്കാലികൾ ഉണ്ടായിരുന്നുവെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ഇലകളോ മറ്റോ ഭക്ഷിച്ചു കഴിഞ്ഞാൽ മാസങ്ങളോളം അവർക്കിടയിൽ യുദ്ധമായിരുന്നു ജാഹിലിയ കാലഘട്ടത്തിൽ. അങ്ങനെ ഉണ്ടായിരുന്ന സഹോദരങ്ങളെ, സമുദായത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തിന്റെ നേരത്ത് നോക്കുന്ന ഒരു രംഗമുണ്ട്. ആ ഒരു രംഗമുണ്ട്, സഹാബത്ത് എല്ലാവരും നിസ്കരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ മുറിയിലുള്ള മറ നീക്കിക്കൊണ്ട് സഹാബത്തിനെ നോക്കി പുഞ്ചിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനെ നോക്കി പുഞ്ചിരിക്കുകയാണ്. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം, റസൂലിന്റെ ആ പുഞ്ചിരിയുള്ള മുഖം കണ്ടപ്പോൾ നമ്മുടെ നിസ്കാരം അത് ബാത്തിലാക്കി പോകുമോ എന്ന് നമ്മൾ ഭയന്നു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ചരിത്രം നമുക്കറിയാം. സഹാബത്ത് റസൂലിനെ പള്ളിയിലേക്ക് കണ്ട് ധാരാളം ദിവസങ്ങളായി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മറ നീക്കിക്കൊണ്ട് സഹാബത്തിനെ നോക്കി പുഞ്ചിരിക്കുകയാണ്. എന്തിനാണ് സഹോദരങ്ങളെ റസൂൽ ആ പുഞ്ചിരിച്ചത്? നമുക്കറിയാം, കറുത്തവനെന്നോ വെളുത്തവനെന്നോ, നീളമുള്ളവനോ നീളമില്ലാത്തവനോ, വലിയവനെന്നോ ചെറിയവനോ എന്നില്ലാതെ ഒരു സഫിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരസ്പരം പകയും വിദ്വേഷവും അങ്ങനെ വെച്ചു പുലർത്തി ജീവിച്ച ആളുകളെ ഒരു സഫിൽ കാലോട് കാല് ചേർത്ത് വെച്ചുകൊണ്ട്, തോളോട് തോള് ചേർത്ത് വെച്ചുകൊണ്ട് ഒരു സമുദായത്തെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതാ ഉയർത്തി കൊണ്ടുവരികയാണ്. അള്ളാഹു അവരെ പറ്റി പറഞ്ഞ കാര്യം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സ്വഹാബത്തിനെ പറ്റി പറഞ്ഞ കാര്യം? റളിയല്ലാഹു അൻഹും വറളു അൻ, അള്ളാഹു അതാ അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അള്ളാഹുവെ അവരും തൃപ്തിപ്പെട്ടിരിക്കുന്നു. എങ്ങനെയുള്ള ആളുകൾ? നമ്മൾ പറഞ്ഞു വെച്ച ജീവിതം നയിച്ച ആളുകൾ. സഹോദരങ്ങളെ, നമ്മളിൽ എത്ര തന്നെ തിന്മകൾ ഉണ്ടായാലും ശരി, എല്ലാ തിന്മകളും ചെയ്താലും ശരി, അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നമ്മൾ ഒരിക്കൽ പോലും നിരാശരാകാൻ പാടില്ല. അള്ളാഹു പറഞ്ഞില്ലേ, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. നോക്കൂ പ്രിയപ്പെട്ടവരെ, ആ പ്രയോഗം നോക്കൂ. ആ പ്രയോഗം സ്വന്തത്തോട് തന്നെ ധാരാളം ആരാധനകൾ ചെയ്ത എന്റെ അടിമകൾ എന്നല്ല അള്ളാഹു ഉപയോഗിച്ചത്. സ്വന്തത്തോട് ധാരാളം തിന്മകൾ ചെയ്ത എന്റെ അടിമകൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതാണ് അള്ളാഹുവിന്റെ കാരുണ്യം. ഇതാണ് അള്ളാഹുവിന്റെ കാരുണ്യം. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. അള്ളാഹുവിന്റെ കാരുണ്യത്തെ പറ്റി നിങ്ങൾ നിരാശരാകാൻ പാടില്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ പാപങ്ങളും പുറത്തു നൽകുമെന്ന് നമുക്ക് പറഞ്ഞു തരികയാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ അടിമയാവുക, അള്ളാഹുവിന്റെ അടിമയാവുക. അതിലാണ് എല്ലാവിധ ഇസ്സത്തുമുള്ളത്. നോക്കൂ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ അടിമ നമ്മളായിട്ടില്ല എങ്കിൽ പിന്നീട് നമ്മളായിത്തീരുക മറ്റ് ചിലതിന്റെ അടിമകളായിരിക്കും. ഒന്നില്ലെങ്കിൽ ലഹരിയുടെ അടിമകൾ, അതല്ല എങ്കിൽ സമൂഹത്തിന്റെ അടിമകൾ. ആളുകൾ നമ്മളെ നോക്കിക്കൊണ്ട് പറയുകയാണ്, ഇതാ ചില ആളുകൾ ഇസ്ലാമിന്റെ മദ്രസ പൊട്ടന്മാർ എന്നൊക്കെ അവർ നമ്മളെ പരിഹസിക്കുകയാണ്. എന്നിട്ട് ഇവൻ ആരുടെ അടിമയായി വളരുകയാണ്? സമൂഹത്തിന്റെ അടിമ. സമൂഹം ഇതാ ഇന്ന രൂപത്തിൽ നടന്നു കഴിഞ്ഞാൽ അവന്റെ കോലം പിന്നീട് സമൂഹത്തിന്റെ രൂപത്തിലായിരിക്കും. അതല്ല എങ്കിൽ ഇതാ ഇന്ന കുടുംബം ഇന്ന രൂപത്തിലാണ് നടക്കുന്നത് എങ്കിൽ അവൻ അതിന്റെ അടിമയായി മാറും. എന്നിട്ട് അവൻ നമ്മളെ നോക്കി പരിഹസിക്കുകയാണ്. ഒരു വിരൽ ചൂണ്ടുമ്പോൾ ബാക്കിയുള്ള വിരലുകൾ സ്വന്തത്തിലേക്ക് തന്നെയാണ് എന്നുള്ള കാര്യം അവൻ മറക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആലോചിച്ചു നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമയായി കഴിഞ്ഞാൽ പിന്നീട് അവനെ മാത്രം ആരാധിച്ചാൽ മതി. ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവ സമീഉൽ ബസീർ. അവനെ പോലെ യാതൊന്നും തന്നെയില്ല. അങ്ങനെയുള്ള ഒരു ഇലാഹിനെയാണ് മുസ്ലിമീങ്ങൾ ആരാധിക്കുന്നത്. എന്നാൽ നോക്കൂ പ്രിയപ്പെട്ടവരെ,
മറ്റുള്ള ആളുകൾ ആരാധിക്കുന്നത് എന്തിനെയാണ്? അവനെ പോലെ നാടുകളിൽ നടക്കുന്ന ആളുകൾ, മനുഷ്യന്മാർ, അതല്ല എങ്കിൽ അവനേക്കാളും താഴെയുള്ള നാൽക്കാലികളെ, അങ്ങനെയുള്ള കാര്യങ്ങളെ ആരാധിക്കുന്ന ആളുകൾ. എന്നിട്ട് അവൻ നമ്മളെ നോക്കി പരിഹസിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ തൗഫീഖിനാൽ നമ്മുടെ മുഖം അള്ളാഹുവിനല്ലാതെ സുജൂദ് ചെയ്ത അവസ്ഥയുണ്ടായിട്ടില്ല. അൽഹംദുലില്ലാഹ്, അള്ളാഹു അത് നിലനിർത്തട്ടെ. നമ്മുടെ കരങ്ങൾ അള്ളാഹുലേക്ക് അല്ലാതെ ഉയർന്നിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നിലനിർത്തട്ടെ. സഹോദരങ്ങളെ, ഇങ്ങനെ ഇസ്സത്തോടു കൂടി ഒരു മുസ്ലിമിന് ജീവിക്കാൻ സാധിക്കും. അതിനാൽ നമ്മൾ തൗഹീദ് പഠിക്കുക, അത് പഠിച്ചുകൊണ്ടേയിരിക്കുക. നമ്മൾ ആലോചിക്കേണ്ട കാര്യം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏൽക്കേണ്ടി വന്ന പീഡനങ്ങളെല്ലാം നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്നത് പറഞ്ഞതിന്റെ പേരിലാണ്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജറ ചെയ്ത് മദീനയിൽ എത്തിയപ്പോൾ വീണ്ടും ആയത്തിറങ്ങുകയാണ്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വീണ്ടും ആയത്തിറങ്ങുകയാണ്, ഫഅലം, അല്ലയോ റസൂൽ, അങ്ങ് അറിയണം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനായി മറ്റാരുമില്ല എന്ന ആയത്ത് വീണ്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങുകയാണ്. ഇത് അറിയിച്ചു തരുന്ന കാര്യം എന്താണ്? മരണം വരെ നമ്മൾ തൗഹീദ് പഠിക്കുക എന്നതാണ്. ആവർത്തിച്ച് നമ്മൾ തൗഹീദ് പഠിക്കുക എന്നുള്ളതാണ്. അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനായി മറ്റാരുമില്ല എന്ന വാക്കിന്റെ പൊരുൾ എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കണം പ്രിയപ്പെട്ടവരെ. അത് മാത്രമല്ല, അത് പഠിച്ചു കഴിഞ്ഞാൽ ആളുകളിലേക്ക് അത് എത്തിക്കുക. ആളുകളിലേക്ക് നമ്മൾ അത് എത്തിക്കുക. അത് എത്തിച്ചു കഴിഞ്ഞാൽ സഹോദരങ്ങളെ, പിന്നീട് ഉണ്ടാകുന്ന സമുദായത്തെ പറ്റി നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? എങ്ങനെയുള്ള സമൂഹമായിരിക്കും നമുക്കും ചുറ്റും ഉണ്ടാവുക? ഏറ്റവും നല്ല മനസ്സിനുടമകൾ. ഇതാ എങ്ങനെ ഉണ്ടായിരുന്ന ആളുകളെയാണോ അള്ളാഹുവിന്റെ ദീൻ മാറ്റിയത്, അതുപോലെ നമ്മുടെ സമുദായത്തെ നമ്മൾ മാറ്റണം. നമ്മുടെ അവസ്ഥ എന്താണ് പ്രിയപ്പെട്ടവരെ? നമ്മൾ ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കുക, അവസാനമായി ഇസ്ലാമിനെ പറ്റി നമ്മൾ പറഞ്ഞു കൊടുത്തത് ആർക്കാണ്? അതല്ല എങ്കിൽ മറ്റു പല വിഷയങ്ങളിൽ നമ്മൾ വ്യാപൃതരായിട്ടാണ് ഉള്ളത്. നമ്മൾ ചിന്തിക്കുക, അവസാനമായി ഇസ്ലാമിനെ പറ്റി നമ്മൾ ഒരാൾക്ക് പറഞ്ഞു കൊടുത്തത് ഏത് കാലഘട്ടത്തിലാണ് എന്ന് ഓരോരുത്തരും ചിന്തിക്കുക. എന്നിട്ട് നെഞ്ചത്ത് കൈവച്ച് പറയുക, എനിക്ക് തൗഹീദിനോട് സ്നേഹമുണ്ടോ? ആളുകൾ ഇസ്ലാമിലേക്ക് വരണമെന്ന നസീഹത്ത് എനിക്കുണ്ടോ എന്ന് സ്വന്തത്തോട് ചോദിക്കുക. ആരെയും കുറ്റപ്പെടുത്താനല്ല, നമ്മൾ ചോദിക്കണം പ്രിയപ്പെട്ടവരെ. കാരണം നരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഭയാനകത എത്രത്തോളമാണ് എന്നുള്ളത് നമുക്കറിയാം. ഓരോ ആളുകളും നടന്നു നീങ്ങുമ്പോൾ അവരെ നോക്കി നമുക്ക് തോന്നണം, അവർ നരകത്തിൽ പോകാൻ പാടില്ല, അള്ളാഹുവിന്റെ ദീനിലേക്ക് അവർ വരണം എന്ന നസീഹത്തിന്റെ ഭാഷയിൽ പരിഹസിക്കാതെ നല്ല രൂപത്തിൽ അവരെ നമ്മൾ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം, തൗഹീദ് പറഞ്ഞു കൊടുക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. اللهم إنا نسألك الجنة، اللهم إنا نسألك الجنة، اللهم إنا نسألك الجنة، اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. وصلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين.